ഹായ് സുഹൃത്തുക്കളെ, നെറ്റ് പരീക്ഷയിൽ സിനിമയുമായി ബന്ധപ്പെട്ട കുറെ അധികം ചോദ്യങ്ങൾ പല രീതിയിൽ കയറി വരുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ 2025 ജൂണിൽ നടക്കുന്ന പരീക്ഷയിൽ സിനിമയുടെ നമ്മളിതുവരെ കേട്ടിട്ടില്ലാത്ത തരം പല ചോദ്യങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റിൽ ഒരുപാട് ചോദ്യങ്ങളൊന്നും വരാറില്ല, ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. ചില ചോദ്യങ്ങൾ യൂഷ്വലി നമുക്ക് അറിയാവുന്നതുപോലെ പേപ്പർ 1 ചില ചോദ്യങ്ങൾ ആർക്കും ഉത്തരം എഴുതാൻ സാധിക്കാത്ത ചില ചോദ്യങ്ങളും ഉണ്ടാവും. അങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ട മുൻകാലങ്ങളിലും ചോദിച്ചിട്ടുണ്ട്, ഇത്തവണയും ചോദിക്കുന്നുണ്ട്. എങ്കിലും ബേസിക് ആയിട്ട് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നമ്മൾ പ്രധാനപ്പെട്ട ഇന്ത്യൻ സിനിമയുമായി ബന്ധപ്പെട്ട ചില ഫാക്റ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം എന്ന് നിർബന്ധമില്ല. എല്ലാ പരീക്ഷയിലും ഒരു 4-5 ചോദ്യങ്ങൾ ആർക്കും ഉത്തരം എഴുതാൻ പറ്റാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതിലൊന്ന് ചിലപ്പോൾ സിനിമയുമായിട്ട് ബന്ധമുള്ളതായിരിക്കാം. പക്ഷെ സ്റ്റിൽ ബേസിക് ആയിട്ടുള്ള സിനിമയുമായി ബന്ധപ്പെട്ട ചില ഫാക്റ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നാൽ അല്ലെങ്കിൽ എലിമിനേഷനെങ്കിലും ഇത്തരം ഫാക്റ്റുകൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇന്ത്യൻ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് ലോകത്ത് സിനിമ വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിലേക്കും സിനിമകൾ വന്നുകൊണ്ടിരുന്നു. അതായത് പുറത്തുനിന്നുള്ള സിനിമകൾ ഉണ്ടായിരുന്നു. അപ്പൊ ലൂമിയർ ബ്രദേഴ്സ് തന്നെയാണ്, അവരാണല്ലോ സിനിമാറ്റോഗ്രാഫിന്റെ ഇൻവെന്റേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അവർ തന്നെയാണ് ഇന്ത്യയിലേക്ക് ഈ സങ്കേതം കൊണ്ടുവന്നത്. പക്ഷേ ഇന്ത്യയിൽ ഇൻഡിജീനിയസ് ആയിട്ട് സിനിമ വരുന്നത് അതിനൊക്കെ ശേഷമാണ്. അത് 1913 അപ്പോൾ 1940 മുൻപ് 1913 മുതൽ 1940 വരെ കുറെ അധികം സിനിമകൾ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതൊരു ഏർലിയർ ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ എന്നാണ് അറിയപ്പെടുന്നത്. ആ ഒരു 1940 മുൻപുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. ആദ്യത്തെ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് രാജാ ഹരിശ്ചന്ദ്രയാണ്. അതിലെ ഒരു സ്റ്റില്ലാണ് നമ്മൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത്. ഫസ്റ്റ് ഇൻഡിജീനിയസ് ഇന്ത്യൻ സൈലന്റ് ഫിലിം. അപ്പോൾ ആദ്യമായിട്ട് സിനിമ ഇറങ്ങുമ്പോൾ ശബ്ദമില്ലാത്ത സിനിമയായിരുന്നു ഇറങ്ങിയിരുന്നത്. അത് രാജാ ഹരിശ്ചന്ദ്രയാണ്. ഇറ്റ് വാസ് ഡയറക്റ്റഡ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ, അത് നിർമ്മിച്ചതും സംവിധാനം ചെയ്തതും ആരാണ്? മഹാനായ ദാദാ സാഹിബ് ഫാൽക്കെയാണ്. ദാദാ സാഹിബ് ഫാൽക്കെയാണ്. 1913. അപ്പൊ ഇയർ ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് ചിത്രം ഡയറക്ട് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ചിത്രത്തിന്റെ പേരെന്താണ് എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ ഇന്ത്യൻ ഫിലിമാണ്. അത് സൈലന്റ് ഫിലിം ആയിരുന്നു, നിശബ്ദ ചലച്ചിത്രമായിരുന്നു. അന്ന് സൗണ്ട് കൊടുക്കാനുള്ള ടെക്നോളജി ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രാജാ ഹരിശ്ചന്ദ്രയാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സിനിമ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ഫാക്റ്റ് ആയിട്ട് ദാദാ സാഹിബ് ഫാൽക്കെ ആരാണ്? അദ്ദേഹവുമായി ബന്ധപ്പെട്ട അവാർഡുകൾ നമുക്കിപ്പോൾ അറിയാം, അതൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. ദാദാ സാഹിബ് ഫാൽക്കെ ഓൾസോ മെയ്ഡ് ഫിലിംസ് സച്ച് ആസ് മോഹിനി ഭസ്മാസുർ ആൻഡ് സത്യവാൻ സാവിത്രി ആൻഡ് ഈസ് ഹെയിൽഡ് ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ. അപ്പൊ അദ്ദേഹം ഡയറക്ട് ചെയ്ത മറ്റ് ചില സിനിമകളുടെ പേരും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. മോഹിനി ഭസ്മാസുർ, അതുപോലെ തന്നെ സത്യവാൻ സാവിത്രി, ഒരെണ്ണം കൂടെ ഉണ്ട്. അതായത് 1970 അദ്ദേഹം ഒരു ബോക്സ് ഓഫീസ് ഹിറ്റ് ലങ്കാദഹൻ എന്നുള്ള ഒരു സിനിമയും കൂടെ ഡയറക്ട് ചെയ്യുകയും പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചലച്ചിത്രങ്ങളാണ്. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ചിത്രങ്ങളാണ്. ഏറ്റവും ആദ്യമായിട്ട് അറിയേണ്ടത് 1930 അദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ സൈലന്റ് ഫിലിമായിട്ടുള്ള രാജാ ഹരിശ്ചന്ദ്ര പുറത്തിറക്കിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹവുമായി ചേർത്ത് നിർത്താവുന്ന ചില സിനിമകളാണ് ഈ പറഞ്ഞ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 2-3 സിനിമകൾ. അദ്ദേഹത്തെ എന്തെന്നറിയപ്പെടുന്നു? ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ. അദ്ദേഹത്തിന്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. 1970 ലങ്കാദഹൻ എന്ന് പറഞ്ഞൊരു ബോക്സ് ഓഫീസ് ഹിറ്റ്, അതായത് കൊമേഴ്സ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ചിത്രവും അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ എന്തായിരുന്നു? ഇതൊക്കെ സൈലന്റ് മൂവീസ് ആയിരുന്നു. ഈ പറഞ്ഞ രാജാ ഹരിശ്ചന്ദ്ര ആണെങ്കിലും നേരത്തെ പറഞ്ഞ ചില സിനിമകളാണെങ്കിലും. ഇനി ആദ്യമായിട്ട് ടോക്ക് ചെയ്തിരിക്കുന്ന, അതായത് സൗണ്ട് കൊടുത്തിരിക്കുന്ന കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന സിനിമ ഏതാണെന്നാണ്? അലം ആര. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ടോക്കി മൂവി, ദാറ്റ് ഈസ് സൗണ്ട് ഫിലിം. കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന സിനിമ. ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ ഏതാണ്? അലം ആര. അതിന്റെ ഒരു പോസ്റ്ററാണ് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. അന്ന് ഇറങ്ങിയ ഈ സിനിമയുടെ ഒരു ടൈറ്റിൽ പോസ്റ്റർ ആയിരുന്നു അത്. ഇറ്റ് വാസ് ഡയറക്റ്റഡ് ബൈ അർദേഷിർ ഇറാനി. ഡയറക്ടറുടെ പേര് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? അർദേഷിർ ഇറാനി. ഇയറും ഇമ്പോർട്ടന്റ് ആണ്, 1931. 14th March 1931 എന്നാണ്. അത് 14th March എന്നുള്ള അറിഞ്ഞില്ലെങ്കിലും സാരമില്ല, 1931 എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ഏതാണ്? അലം ആര. അത് 1931 ആ സിനിമ പുറത്തിറങ്ങിയത്. ആരാണ് ഡയറക്ട് ചെയ്തത്? അർദേഷിർ ഇറാനിയാണ് അത് ഡയറക്ട് ചെയ്തത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ഇനി ഈ സമയമൊക്കെ ആയപ്പോഴത്തേന്, ഈ 1930s ഒക്കെ ആയപ്പോഴത്തേന് ഇന്ത്യയിലെ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഹിന്ദിയിൽ, ഇതൊക്കെ നമ്മൾ ഹിന്ദിയിൽ ഇറങ്ങുന്ന സിനിമകളാണ്.
ഹിന്ദിയിൽ മാത്രം ഇറങ്ങിയ സിനിമകളാണോ? അല്ല, അത് ഒരുപാട് മലയാളം, തമിഴ്, തെലുങ്ക്, അതുപോലെ തന്നെ പഞ്ചാബി, അങ്ങനെ പല ബംഗാൾ, അങ്ങനെ പല പല ഒരുപാട് സിനിമകൾ ചേർന്ന, ഒരുപാട് ഇൻഡസ്ട്രികൾ ചേർന്ന ഒരു വലിയ സംഗതിയാണ് എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് സിനിമകൾ ഇറങ്ങാൻ തുടങ്ങി 1930 ആയപ്പോഴത്തേന്. അപ്പൊ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള, അല്ലെങ്കിൽ അതിന്റെയൊക്കെ കണ്ടന്റ് ആളുകളിലേക്ക്, ഈ സിനിമ എന്ന് പറയുന്നത് വലിയൊരു മാധ്യമമാണ്, ആളുകളെ ഡയറക്റ്റ് ആയിട്ട് സ്വാധീനിക്കുന്ന, ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ, സമൂഹത്തിൽ ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ള മാധ്യമമാണ്, അതിനുള്ള കഴിവുള്ള മാധ്യമമാണ്, ഇപ്പോഴും ആളുകളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ദ സെൻട്രൽ ബോർഡ് ഓഫ് ഇന്ത്യൻ ഫിലിം സർട്ടിഫിക്കേഷൻ, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എന്നാണ്, അതിന് ആ ഒരു 1950s 1950s അത് സ്ഥാപിക്കപ്പെട്ടു. അത് കണ്ടന്റ് ഓഫ് ദ ഫിലിംസ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മലയാളവുമായി ചേർത്ത് വെച്ച്, ഇപ്പൊ ഇന്ത്യ UGC നെറ്റിന് അങ്ങനെ മലയാളത്തിന്റെ ആദ്യത്തെ സിനിമ ഏതെന്നൊന്നും ചോദിക്കില്ല, പക്ഷെ സ്റ്റിൽ നമ്മൾ മലയാളികൾ എന്നുള്ള നിലയിലേക്ക് ഇന്ത്യയിലെ മലയാളത്തിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം ഏതായിരുന്നു? എല്ലാവർക്കും അറിയാം, വിഗത കുമാരൻ. അതിന്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ദ ലോസ്റ്റ് ചൈൽഡ് എന്നുള്ളതാണ്. എന്നാണ് ഇയർ 1928. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ രാജ ഹരിശ്ചന്ദ്രൻ 1930 ഇറങ്ങി. 15 വർഷങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയത്. പേര് വിഗത കുമാരൻ, 1928. ഇറ്റ് വാസ് ഡയറക്ടഡ് ആണ്, പ്രൊഡ്യൂസ്ഡ് ബൈ JC ഡാനിയൽ. അദ്ദേഹത്തെ നമ്മൾ ചിലപ്പോൾ ഫാദർ ഓഫ് മലയാള സിനിമ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ഇനി ഫസ്റ്റ് ടോക്കി, നമ്മൾ ഇന്ത്യയിലെ ആദ്യത്തെ സംസാരിക്കുന്ന ചലച്ചിത്രം ഏതായിരുന്നു? അത് അലം ആരയായിരുന്നു. കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ സംസാരിക്കുന്ന ചലച്ചിത്രമാണ് ബാലൻ. അത് 1938 1928 ആദ്യത്തെ ശബ്ദമില്ലാത്ത ചിത്രം ഇറങ്ങി. 10 വർഷത്തിന് ശേഷം 1938 കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന ചിത്രം. ഇറ്റ് വാസ് ഡയറക്ടഡ് ബൈ S. നോറ്റാനി എന്ന് പറഞ്ഞ ആളാണ് ഇത് ഡയറക്ട് ചെയ്തത്. ഓക്കെ, ഇത് മലയാളവുമായി കേരളവുമായി ചേർത്ത് വെച്ച് 2 ഫാക്ട് പറഞ്ഞതേ ഉള്ളൂ. നെറ്റ് പരീക്ഷയ്ക്ക് ഇത് ചോദിക്കും എന്നുള്ള പ്രതീക്ഷ വേണ്ട. ഇനി ദ ഫസ്റ്റ് കളർ ഫിലിം ഇൻ ഇന്ത്യ വാസ്, ഇന്ത്യയിലെ ആദ്യത്തെ കളറുള്ള ചലച്ചിത്രം. അതുവരെ ഇറങ്ങിയതൊക്കെ എന്തായിരുന്നു? അതുവരെ ഇറങ്ങിയതൊക്കെ കളർ ഇല്ലാത്ത ചിത്രങ്ങളായിരുന്നു. ഈ പറഞ്ഞ അലം ആര, ഈ പറഞ്ഞതുപോലെ 1931 ഇറങ്ങിയത്. അതിനുശേഷം കളറുള്ള ഒരുപാട് ചിത്രങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ഇറങ്ങുന്നുണ്ട്. നമ്മൾ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് പറയുന്നത്. കിസാൻ കന്യ എന്ന് പറഞ്ഞ സിനിമയാണ് 1937 ഇറങ്ങിയ. കിസാൻ കന്യയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കളർ ഫിലിം. അതായത് കളർ കൊടുത്തിട്ടുള്ള കഥാപാത്രങ്ങൾക്ക് അല്ലെങ്കിൽ സീനുകൾക്ക് കളറുള്ള ചിത്രം ആദ്യമായിട്ട് ഇറങ്ങിയത് ഏതാണ്? കിസാൻ കന്യയാണ്. ഇറ്റ് ഈസ് ഓൾസോ ദ ഫസ്റ്റ് ഇൻഡിജീനിയസ്ലി മെയ്ഡ് കളർ ഫിലിം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ കളറിംഗ് ടെക്നിക് ഒക്കെ ചെയ്ത സിനിമയാണ്. ദ ഫിലിം വാസ് ഡയറക്ടഡ് ബൈ മോത്തി ഗിഡ്വാനി ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ അർദേശിർ ഇറാനി നേരത്തെ നമ്മൾ കണ്ടു. ഇറ്റ് യൂട്ടിലൈസ് ദ സിനി കളർ പ്രോസസ്. അപ്പോൾ സിനി കളർ എന്ന് പറഞ്ഞ ടെക്നിക്കാണ് അവിടെ യൂസ് ചെയ്തത്. ഇതൊക്കെ ഏർലിയർ സിനിമയിൽ നമ്മൾ കളർ കോമ്പിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളൊക്കെയാണത്. സിനി കളർ പ്രോസസ് ആണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. ദെൻ സൊഹ്റാബ് മോദീസ് ജാൻസി കി റാണി വാസ് ദ ഫസ്റ്റ് ടെക്നിക് കളർ പിക്ചർ. അപ്പോൾ സിനി കളർ എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ്, ടെക്നിക്കലർ എന്ന് പറയുന്നത് മറ്റൊരു ടെക്നിക്കാണ്. ഇതൊക്കെ ഏർലിയർ സിനിമസിൽ ഇപ്പൊ യൂസ് ചെയ്യുന്നതല്ല. ആദ്യകാലത്ത് സിനിമകളിൽ നിറം പകരാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഫിലിമുകളിൽ നിറം പകരാൻ വേണ്ടി കൊടുത്തിരുന്ന ടെക്നിക്കുകളാണ് ഈ സിനി കളറും ടെക്നിക്കലറും ഒക്കെ. ടെക്നിക്കലറാണ് കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ളത്. അങ്ങനെ ടെക്നിക്കലർ കൊടുത്തിട്ടുള്ള അത്തരം ആ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ സിനിമ ജാൻസി കി റാണി. അത് 1953 1950 ശേഷമാണ് ഇറങ്ങിയത്. 1953 ടെക്നിക്കലർ യൂസ് ചെയ്തിട്ടുള്ള ആദ്യ സിനിമയായ ജാൻസി കി റാണി നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇത് ഈ ഇയർ പറയാനുള്ള കാരണം, ഇപ്പൊ ചോദ്യങ്ങളിൽ ക്രൊണോളജിക്കൽ ഓർഡറിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് അല്ലേ. അതുകൊണ്ടാണ് ഇയറും കൂടെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. ഇനി ആ ഒരു സമയത്ത് ഈ 1940-60 എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ സിനിമയുടെ ഗോൾഡൻ ഏജ് ആണ്, അല്ലെങ്കിൽ ഹിന്ദി സിനിമയുടെ ഗോൾഡൻ ഏജ് ആണ്. ആ സമയത്ത് കുറെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. മോർ ഇന്ത്യൻ ഫിലിംസ് വെയർ ഏബിൾ ടു അറ്റൈൻ ഇന്റർനാഷണൽ അറ്റൻഷൻ ആസ് എ റിസൾട്ട് ഓഫ് ദിസ്. ഡോ ബിഗാ സമീൻ 1953 ഇറങ്ങിയ ഡോ ബിഗാ സമീൻ എന്ന ചിത്രമാണ്. ബിമൽ റോയി ആണ് അത് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഒരു അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യൻ സിനിമയാണ് ഏതെന്ന് പറയുന്നത് ഡോ ബിഗാ സമീൻ എന്ന് പറയുന്നത്. ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യൻ സിനിമയാണ്. നോട്ട് ചെയ്തോളുക, ഇയർ നോട്ട് ചെയ്യുക. 1953. 1940-60 ആണ് ഇന്ത്യൻ സിനിമയുടെ തന്നെ, പ്രത്യേകിച്ച് ഹിന്ദി സിനിമയുടെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന ഗോൾഡൻ പീരീഡ്. കാരണം ഇന്റർനാഷണലി നോട്ട് ചെയ്ത ഒരുപാട് സിനിമകൾ ഇന്ത്യയിൽ ഇറങ്ങുകയുണ്ടായി. അതുകൊണ്ടാണ്. ഇനി റാമോജി ഫിലിം സിറ്റി ലൊക്കേറ്റഡ് ഇൻ ഹൈദരാബാദ് ഈസ് സർട്ടിഫൈഡ് ബൈ ദ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ആസ് ദ ലാർജസ്റ്റ് ഫിലിം സ്റ്റുഡിയോ കോംപ്ലക്സ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം സ്റ്റുഡിയോ കോംപ്ലക്സ് ആയിട്ട് പറയുന്നത് റാമോജി ഫിലിം സിറ്റി ആണത്. എവിടെയാണ്?
ഹൈദരാബാദിലാണ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1996. അതൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ടാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തു വരുന്നത്. 1666 ഏക്കർ ഉണ്ട് എന്നുള്ളതും കൂടെ നോട്ട് ചെയ്യുക. അപ്പൊ ഈ 1940 to 60 എന്നൊക്കെ പറയുന്നത് ഇന്ത്യയുടെ സിനിമയുടെ ഗോൾഡൻ ഏജ് ആണ്. ഒരു 1950s ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ ഇൻഡസ്ട്രി ആയിട്ട് മാറിക്കഴിഞ്ഞു ഇന്ത്യൻ സിനിമ കേട്ടോ. അത് ഹോളിവുഡ് ആയിരുന്നു, അതിനുശേഷം ഇന്ത്യൻ സിനിമയായി. 1950s ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഇൻഡസ്ട്രി എന്നുള്ളത് ആ സമയത്ത് ആയിരുന്നു. ഇനി ഇന്ത്യയിൽ ഇറങ്ങിയ പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്ക് ചലച്ചിത്രമാണ് പഥേർ പാഞ്ചാലി. നിങ്ങൾ ഒരുപാട് പേര് സിനിമ കണ്ടിട്ടുണ്ടാവും, പഥേർ പാഞ്ചാലി. അപ്പോൾ അതാരാണ് ഡയറക്ട് ചെയ്തത്? സത്യജിത് റേ ആണ്. ഇന്ത്യ കണ്ടതിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളാണ് സത്യജിത് റേ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ക്രിട്ടിക്കലി അക്ലൈംഡ് മൂവി ഇന്റർനാഷണലി ആൻഡ് ഈസ് കൺസിഡേർഡ് ആസ് എ ലാൻഡ്മാർക്ക് ഇൻ ഇന്ത്യൻ സിനിമ. അപ്പോൾ ഒരു പാരലൽ സിനിമ, നമ്മൾ ഈ കൊമേഴ്സ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ചേരുവകളൊക്കെ ചേർക്കുന്ന സിനിമകളായിരുന്നു അതുവരെ ഇറങ്ങിക്കൊണ്ടിരുന്നത്. അതേസമയം ആർട്ട് വർക്കിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അത്തരം സങ്കേതങ്ങൾക്ക് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാരലൽ സിനിമയുടെ ഒരു ഉത്ഭവമൊക്കെ ഈ ഒരു സമയത്താണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പറഞ്ഞ പഥേർ പാഞ്ചാലി അത്രയധികം ശ്രദ്ധിക്കപ്പെട്ടതും ഇന്റർനാഷണലി റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടതും. 1955 വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇയർ. പഥേർ പാഞ്ചാലി എന്നാണ് റിലീസ് ചെയ്തത്? 1955. ആരാണ് സംവിധായകൻ? സത്യജിത് റേയുടെ ആദ്യ സിനിമയായിരുന്നു. അത് ഓർക്കുക, സത്യജിത് റേയുടെ ആദ്യ സിനിമയായിരുന്നു, അദ്ദേഹത്തിന്റെ ഡെബ്യൂട്ട് ആയിരുന്നു ഇതെന്ന് പറയുക, ഇതെന്ന് മനസ്സിലാക്കുക. ഇറ്റ് ഈസ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ സത്യജിത് റേ ഇൻ ഹിസ് ഡയറക്ടോറിയൽ ഡെബ്യൂട്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അപ്പു അതുപോലെ തന്നെ ദുർഗ, ഈ രണ്ടുപേരാണ്. അത് രണ്ടുപേരും സിസ്റ്റർ ആൻഡ് ബ്രദർ ആണ്. അപ്പൊ ഇവരാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, അപ്പുവും ദുർഗയും. എന്നിട്ട് ഈ അപ്പുവിന്റെ പല റിലേഷൻഷിപ്സ് വെച്ചിട്ട്, അദ്ദേഹത്തിന്റെ അമ്മയുമായിട്ടും ഒക്കെയുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഒരു ട്രൈലോജി അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് 3 സിനിമകൾ ഇതുമായി ചേർത്ത് വെച്ച് പുറത്തിറക്കിയിട്ടുണ്ട്. ആദ്യത്തേത് പഥേർ പാഞ്ചാലിയാണ് 1955, രണ്ടാമത്തേത് അപരാജിതോ 1956, വേൾഡ് ഓഫ് അപ്പു 1959. ആ 3 സിനിമകളോട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ അപ്പു ട്രൈലോജി എന്ന് പറയാറുണ്ട്. സത്യജിത് റേയുടെ പാരലൽ ഫിലിം ആ ഒരു മേഖലയിൽ ബംഗാളി ലാംഗ്വേജിലാണ് ഈ 3 സിനിമകൾ ഇറങ്ങിയിട്ടുള്ളത്. ഏതൊക്കെയാണത്? അപ്പു ട്രൈലോജി എന്ന് അറിയപ്പെടുന്ന 3 സിനിമകൾ സത്യജിത് റേ സംവിധാനം ചെയ്താണ്. ഒന്നാമത് പഥേർ പാഞ്ചാലി 1955, അപരാജിതോ 1956, വേൾഡ് ഓഫ് അപ്പു 1959. ഇതൊക്കെ ഈ അപ്പുവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ റിലേഷൻഷിപ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് സിനിമകളാണ്. അതുകൊണ്ടാണ് അപ്പു ട്രൈലോജി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. ഇനി മറ്റൊരു ഫാക്ട്, മദർ ഇന്ത്യ ഡയറക്റ്റഡ് ബൈ മെഹബൂബ് ഖാൻ വാസ് നോമിനേറ്റഡ് ഫോർ ആൻ ഓസ്കാർ അവാർഡ് ഇൻ 1957 ഫോർ ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിം. അപ്പോൾ അപ്പോഴത്തെ അക്കാഡമി അവാർഡ് അല്ലെങ്കിൽ ഓസ്കാർ അവാർഡുകളൊക്കെ നൽകി തുടങ്ങിയിരുന്നു നേരത്തെ തന്നെ. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് അതിന് നോമിനേഷൻ പോയത് ഏത് സിനിമയ്ക്കാണ്? മദർ ഇന്ത്യ. അതായത് ആദ്യമായിട്ട് ഓസ്കാർ നോമിനേഷൻ പോയിട്ടുള്ള സിനിമയാണ് മദർ ഇന്ത്യ. ഓസ്കാർ നോമിനേഷനും വിജയികളെയൊക്കെ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ കാണാം. അതാരാണ് ഡയറക്ട് ചെയ്തത്? മെഹബൂബ് ഖാൻ എന്ന് പറഞ്ഞ സംവിധായകനാണ് ഡയറക്ട് ചെയ്തത്. മദർ ഇന്ത്യയാണ് ഓസ്കാറിലേക്ക് പോയത്. ഏത് വർഷമാണ്? 1957 1957 ഓസ്കാർ അവാർഡിൽ നോമിനേഷൻ പോയിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ സിനിമയാണ് മദർ ഇന്ത്യ എന്നുള്ളത്. പക്ഷെ അവാർഡ് കിട്ടിയില്ല. ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിം എന്ന കാറ്റഗറിയിലായിരുന്നു നോമിനേഷൻ ഉണ്ടായിരുന്നത്. കൊമേഴ്സ്യൽ ഹിന്ദി സിനിമ ബിഗാൻ ത്രൈവിംഗ്. ഈ ഒരു കാലഘട്ടത്തിൽ 1950s കൊമേഴ്സ്യൽ ഹിന്ദി സിനിമ ആ ഇൻഡസ്ട്രി അങ്ങ് വലുതാവാൻ തുടങ്ങി. പല സിനിമകൾ ആ സമയത്ത് പ്യാസ 1957 പ്യാസ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി. കഗാസ്കി ഫൂൾ 1959, അവാര 1951, ശ്രീ 420 1955. രാജ് കപൂർ ഒക്കെ സംവിധാനം ചെയ്ത് അഭിനയിച്ച സിനിമയാണ്. നർഗീസ് ഒക്കെ അഭിനയിച്ച സിനിമയാണ്. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ പ്രധാന സിനിമകളാണ്. അവയുടെ അത് എന്താ പ്രത്യേകത? ദീസ് ഫിലിംസ് എക്സ്പ്രസ്ഡ് സോഷ്യൽ തീംസ് മെയിൻലി ഡീലിംഗ് വിത്ത് വർക്കിംഗ് ക്ലാസ് അർബൻ ലൈഫ് ഇൻ ഇന്ത്യ. അതുകൊണ്ടാണ് ഇത് ക്രിട്ടിക്കലി ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പൊ ഈ ഇയറുകളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. ക്രൊണോളജിക്കൽ ഓർഡർ ഒക്കെ ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്തത്, ദ നാഷണൽ ഫിലിം അവാർഡ്സ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് 1954. അപ്പോൾ നാഷണൽ ഫിലിം അവാർഡ്സ്, അപ്പോൾ നമുക്കറിയാം ഓസ്കാർ അവാർഡൊക്കെ അതിന് മുന്നേ ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലും അങ്ങനെ ഒരു അവാർഡ് വേണമെന്ന് തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായിട്ട് 1954 നാഷണൽ ഫിലിം അവാർഡ്സ് നൽകപ്പെട്ടു തുടങ്ങിയത്. അല്ലെ, ആദ്യത്തെ അവാർഡ് ഏത് സിനിമയ്ക്കാണ് കൊടുത്തത്? മറാത്തി സിനിമയായ ശ്യാംജി ആയി, അതായത് ശ്യാമിന്റെ അമ്മ എന്ന് പറയുന്ന ശ്യാംജി ആയി എന്നുള്ള സിനിമയ്ക്കാണ്, മറാത്തി ഫിലിമായിട്ടുള്ള ശ്യാംജി ആയിക്കാണ് ആദ്യത്തെ ബെസ്റ്റ് ഫിലിം എന്നുള്ള അവാർഡ് നാഷണൽ അവാർഡ്സിൽ കിട്ടിയത്. ഇപ്പൊ ഏറ്റവും മികച്ച സിനിമ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമ എന്നുള്ള ആദ്യ അവാർഡ് കിട്ടിയത് ആർക്കാണ്? ശ്യാംജി ആയി 1954. ഇനി ഷോർട്ട് ഫിലിമിന് ഏറ്റവും മികച്ച ഷോർട്ട് ഫിലിമിനുള്ളത് മഹാബലിപുരം എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിമിനാണ്. അതുപോലെ തന്നെ പ്രസിഡന്റ്സ് ഗോൾഡ് മെഡൽ, പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ അന്ന് തൊട്ടേ അതും നമ്മൾ കൊടുക്കാറുണ്ട്. 1954 തൊട്ടേ സൊഹ്റാബ് മോദീസ് ഫിലിം മിർസ ഖലീം എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് ആദ്യമായിട്ട് പ്രസിഡന്റിന്റെ ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുള്ളത്. അല്ലെ, അപ്പൊ അത് നോക്കുക. ഇതാണ്
ആ ഒരു ഇന്ത്യൻ ഫിലിം അവാർഡ്സിന്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അവാർഡാണ് ഇന്ത്യയിലേത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. എന്താണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്നുള്ളത്? ഇറ്റ് ഈസ് ഇന്ത്യസ് ഹയസ്റ്റ് അവാർഡ് ഇൻ ദ ഫീൽഡ് ഓഫ് സിനിമ given by the government of India and presented annually at the നാഷണൽ ഫിലിം അവാർഡ്സ്. നാഷണൽ ഫിലിം അവാർഡ്സിൽ എല്ലാ വർഷവും നമ്മൾ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. അതായത് ഏറ്റവും കൂടുതൽ എന്തിനാ? ദ റെസിപ്പിയന്റ് ഈസ് ഹോണേഡ് ഫോർ ദിയർ ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ടു ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ സിനിമ. ഇന്ത്യൻ സിനിമയുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഏറ്റവും മികച്ച അവാർഡാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്നുള്ളത്. അത് 1969 അത് കൊടുത്തു തുടങ്ങിയത്. അപ്പൊ ദാദാ സാഹിബ് ഫാൽക്കെ എന്ന് പറഞ്ഞ ആരാണ്? അത് ഇന്ത്യൻ സിനിമയുടെ പിതാവാണ്. അദ്ദേഹം അതിന് മുന്നേ മരിച്ചുപോയി, 1944 മരിച്ചുപോയി. പക്ഷെ അവാർഡ് കൊടുത്തു തുടങ്ങി ഇന്നോട്ടാണ് 1969 ആദ്യം ഈ അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചത് ദേവിക റാണി എന്ന ആക്ട്രസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ദേവിക റാണിക്കാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചിരിക്കുന്നത്. ചില വർഷങ്ങളിൽ കൊടുക്കാതെയുമുണ്ട്, ചില വർഷങ്ങളിൽ കൊടുക്കാതിരിക്കുന്നുണ്ട്. അതായത് ഇത്ര കോൺട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ അത് ചില വർഷങ്ങൾ ഒഴിവാക്കാറുമുണ്ട്. അപ്പൊ ഇതിന്റെ റീസെന്റ് ആയിട്ടുള്ള ആരൊക്കെയാണ് നേടിയിട്ടുള്ളത് എന്നുള്ളതും കൂടെ നോക്കി വെച്ചേക്കുക. മൈ ഡിയർ കുട്ടിച്ചാത്തൻ മലയാളത്തിൽ ഇറങ്ങിയ ചിത്രമാണ്. ഇന്ത്യയിലെ ആദ്യ 3D ഫിലിം ഏതാണ്? മൈ ഡിയർ കുട്ടിച്ചാത്തനാണ്. ചോട്ടാ ചേട്ടൻ എന്നുള്ളതാണ് അതിന്റെ ഹിന്ദി ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഇന്ത്യയിലെ ആദ്യത്തെ 3D ഫിലിം ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഡോൾബി സൗണ്ട് സിസ്റ്റം ഇപ്പോഴൊക്കെ വളരെ കോമൺ ആണ്, എല്ലാ സിനിമകളിലും ഡോൾബി സൗണ്ട് സിസ്റ്റം ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആ ഒരു സൗണ്ട് വന്നത് ഏത് സിനിമയിലാണ്? 1942 എ ലവ് സ്റ്റോറി എന്നുള്ള സിനിമയിലാണ് ഡോൾബി സൗണ്ട് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ളത്. ഏത് സിനിമയിലാണ്? വിധു വിനോദ് ചോപ്രയാണ് അതിന്റെ സംവിധായകൻ. വിധു വിനോദ് ചോപ്ര 1942 എ ലവ് സ്റ്റോറി എന്നുള്ള സിനിമയാണത്. ഓക്കെ, ഇനി പാരലൽ സിനിമ നമ്മൾ നേരത്തെ പറഞ്ഞു, സമാന്തര സിനിമ, അതായത് ആർട്ടിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പാരലൽ സിനിമ 1940 മുതലേ ഇന്ത്യയിൽ പ്രോമിനന്റ് ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സത്യജിത് റേയുടെ ഞാൻ നേരത്തെ പറഞ്ഞ അപ്പു ട്രൈലോജിയാണ് അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു സീരീസ് ആയിട്ട് വരുന്നത്. മറ്റൊരുപാട് സിനിമകൾ ആ സമയത്ത് ഇറങ്ങി. അത് എന്താണ് അതിന്റെ പ്രത്യേകത? പാരലൽ സിനിമയുടെ there has always been a parallel industry producing hard hitting films whose main objective was to make good cinema and experiment with the art even if they were not commercially viable. അതിലിപ്പോൾ കൊമേഴ്ഷ്യലി വൈബിൾ അല്ലെങ്കിൽ പോലും പാരലൽ ഒരു ആർട്ടിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുള്ളതാണ്. സർക്കാരുകൾ അവർക്ക് കൂടുതൽ സാമ്പത്തികമായ പിന്തുണകളൊക്കെ കൊടുക്കാറുമുണ്ട്. അപ്പൊ സത്യജിത് റേയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രോമിനന്റ് ആയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത്. മറ്റ് പ്രധാനപ്പെട്ട പേരുകൾ ഏതൊക്കെയാണ്? മൃണാൾ സെൻ, ജോൺ എബ്രഹാം, ഋത്വിക് ഘതക്, ശ്യാം ബെനഗൽ, ജി അരവിന്ദൻ, മണി കോൾ, അടൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയ കുറെ ആളുകൾ. ഇതിൽ മലയാളികളായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ ഉണ്ട്, ജോൺ എബ്രഹാം, അതുപോലെ ജി അരവിന്ദൻ ഒക്കെ നമുക്ക് അറിയാവുന്ന ആളുകളാണ്. അവരൊക്കെ പാരലൽ സിനിമാ രംഗത്തെ അധികായന്മാരാണ്. കുറെ പേര് ഉണ്ട് എങ്കിലും പ്രധാനപ്പെട്ട ചില പേരുകൾ ഇവിടെ സൂചിപ്പിച്ചെന്ന് മാത്രം. ഇനി ഇന്ത്യൻ സിനിമാറ്റോഗ്രാഫ് ആക്ട്, അങ്ങനെ ഒരു നിയമമുണ്ട്. 1952 വന്ന നിയമമാണ് ഇന്ത്യൻ സിനിമാറ്റോഗ്രാഫ് ആക്ട് എന്ന് പറയുന്നത്. ദി ഇന്ത്യൻ സിനിമാറ്റോഗ്രാഫ് ആക്ട് ഓഫ് 1952 വാസ് ഇനാക്റ്റഡ് ബൈ ദ ഇന്ത്യൻ ഗവൺമെന്റ് ടു റെഗുലേറ്റ് ഫിലിം സർട്ടിഫിക്കേഷൻ. അപ്പൊ ഫിലിം സർട്ടിഫിക്കേഷന്റെ നമുക്കറിയാം പല സർട്ടിഫിക്കേഷനുള്ള സിനിമയുണ്ട് അല്ലെ. ഈ പറഞ്ഞ പോലെ യു സിനിമയുണ്ട്, U.A എന്നുള്ള സിനിമകളുണ്ട്. അങ്ങനെ പല കാറ്റഗറിയിലുള്ള സിനിമയുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന നിയമമാണ് ഇന്ത്യൻ സിനിമാറ്റോഗ്രാഫ് ആക്ട് 1952 എന്ന് പറയുന്നത്. ദ ആക്ട്സ് മെയിൻ പർപ്പസ് വാസ് ടു ഫോർമലൈസ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ദ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ CBFC സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നിലവിൽ വന്നത്. ഓൾസോ നോൺ ആസ് ദ സെൻസർ ബോർഡ് ഓഫ് ഇന്ത്യ. ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ആണ് എന്തെന്ന് പറയാം, നമ്മൾ സെൻസർ ബോർഡ് എന്ന് കോമൺ ആയിട്ട് പറയാറുണ്ട്. ദി ഓൺലി എക്സെപ്ഷൻ ടു ദ CBFC സർട്ടിഫിക്കറ്റ് ഈസ് ഫിലിംസ് മെയ്ഡ് സ്പെസിഫിക്കലി ഫോർ ദൂരദർശൻ, which is the government of India's official broadcaster and has its own set of rules for examining such. അപ്പൊ ദൂരദർശന് വേണ്ടി മാത്രം എടുക്കുന്ന സിനിമകൾക്ക് ഈ CBFCയുടെ സർട്ടിഫിക്കേഷന്റെ ആവശ്യമില്ല. ബാക്കി ഏത് സിനിമകൾ, ഇന്ത്യയിൽ ഇറങ്ങുന്ന ഏത് സിനിമകൾക്കും എന്ത് വേണം? ഈ സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. അവർ അംഗീകരിച്ച ശേഷമേ അവർ ഏത് കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളെ കാണിക്കാവുന്നതാണോ അല്ലെങ്കിൽ ഇത്ര വയസ്സിന് മുകളിലെ കാണിക്കാവുന്നതാണോ എന്നൊക്കെയുള്ള എല്ലാവിധമായിട്ടുള്ള പരിശോധനകൾക്ക് ശേഷമേ സിനിമകൾ പുറത്തിറക്കാൻ പാടുള്ളൂ. പക്ഷെ ദൂരദർശന് വേണ്ടിയിട്ട് മാത്രം സ്പെസിഫിക് ആയിട്ട് ഇറങ്ങുന്ന സിനിമകൾക്ക് ഇത്തരം സർട്ടിഫിക്കേഷന്റെ ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന പരീക്ഷകളിൽ ഗ്രോസിംഗ് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമകൾ ഏതാണെന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിലെ ഹയസ്റ്റ് ഗ്രോസിംഗ് ഫിലിംസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണ്. വിക്കിപീഡിയ എന്നുള്ള ഡേറ്റ തന്നെയാണ്. ദംഗൽ
ദംഗലാണ് ഹിന്ദി സിനിമയാണ്. 2016 ഇറങ്ങിയ ദംഗലാണ് ഇതുവരെ ഏറ്റവും ഹയസ്റ്റ് കളക്ഷനിൽ നിൽക്കുന്നത്. അതിനെ തോൽപ്പിക്കാൻ പിന്നീട് ആർക്കും സാധിച്ചിട്ടില്ല. 2200 കോടി വരെയാണ് ഈ സിനിമ നേടിയത് എന്നുള്ളതാണ്. അത് മറ്റ് രാജ്യത്തും ചൈനയിലും ഒക്കെ പോയിട്ട് ഈ സിനിമ ഒരുപാട് കളക്ഷൻ നേടിയിട്ടുണ്ട്. അപ്പൊ ഡംഗലാണ്, ആമിർ ഖാൻ അഭിനയിച്ച ഡംഗൽ മൂവിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിംഗ് ഫിലിമായിട്ട് നിൽക്കുന്നത്. രണ്ടാമത് ബാഹുബലി 2, ബാഹുബലിയുടെ രണ്ടാം ഭാഗം. അത് തെലുങ്ക് സിനിമയാണ്. തെലുങ്കിലും തമിഴിലും അത് ഇറങ്ങിയിട്ടുണ്ട്. 2017 ആ ചിത്രം ഇറങ്ങിയത്. ഈ ഇയർ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ക്രൊണോളജിക്കലായിട്ട് ചോദിക്കാറുണ്ട്. പുഷ്പ 2 അത് കഴിഞ്ഞിട്ട് വരുന്നത് തെലുങ്ക് സിനിമയാണ്. പുഷ്പ 2 തെലുങ്ക് സിനിമയാണ്. 2024 ഇറങ്ങിയിട്ടുണ്ട്. RR പുഷ്പ 2 കഴിഞ്ഞ് പിന്നെ RRR ആണ്. അതും തെലുങ്ക് സിനിമയാണ്. 2024 ഇറങ്ങിയ സിനിമയാണ്. അടുത്തത് RRR 2022 പുഷ്പ 2 ആണ് 2024 ഇറങ്ങിയത്. KGF ചാപ്റ്റർ 2 കന്നഡ സിനിമയാണ്. KGF ചാപ്റ്റർ 2 2022 തന്നെയാണ്. അതാണ് അഞ്ചാമത്. കൽക്കി 2898 AD തെലുങ്ക് സിനിമ തന്നെയാണ്. തെലുങ്ക് സിനിമകൾ കുറെ ഇതിനകത്തുണ്ടല്ലേ, ഫേമസ് ആയിട്ടുള്ള. കൽക്കി 2024 ജവാൻ ഈ പറഞ്ഞതുപോലെ ഹിന്ദി സിനിമയാണ്. അത് 2023 ഇറങ്ങിയാണ്. പത്താൻ അത് ഹിന്ദി സിനിമ തന്നെയാണ്. 2023 ഇറങ്ങിയാണ്. ആനിമലും 2023 ഇറങ്ങിയ ഹിന്ദി സിനിമയാണ്. ബജ്രംഗി ഭായിജാൻ ഹിന്ദി സിനിമയാണ്. ഇതാണ് ആദ്യ 10 സ്ഥാനങ്ങളിൽ വരുന്നത്. ഹയസ്റ്റ് ഗ്രോസിംഗ് ഫിലിംസ് എന്നുള്ള രീതിയിൽ ആദ്യ 10 സ്ഥാനങ്ങളിൽ വരുന്ന സിനിമകളാണ്. ഇപ്പൊ 2025 നമ്മൾ സംസാരിക്കുന്നത്. ഓരോ വർഷവും ഇത് അപ്ഡേറ്റഡ് ആകാം. ഓരോ വർഷവും പുതിയ സിനിമകൾ അനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കാം. അപ്പൊ നിങ്ങളും അപ്ഡേറ്റഡ് ആവുക. മലയാളത്തിൽ 2025 നോക്കുമ്പോൾ എമ്പുരാൻ L2 എന്നുള്ള സിനിമയാണ് ഏറ്റവും കൂടുതൽ കളക്ഷനിൽ വന്നു നിൽക്കുന്നത്. ദെൻ വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ, ലോകത്തെ തന്നെ ഏറ്റവും കളക്ഷൻ ഉള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് 2009 ഇറങ്ങിയ അവതാറാണ് ഏറ്റവും ഹയസ്റ്റ് കളക്ഷൻ വേൾഡ് വൈഡ് നേടിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അതിനുശേഷം അവഞ്ചേഴ്സ് എൻഡ് ഗെയിം 2019 ഇറങ്ങിയ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം അതിനുശേഷം വരുന്നു. അവതാർ ദ വേ ഓഫ് വാട്ടർ 2009 ഇറങ്ങിയ അവതാറിനെ തോൽപ്പിക്കാൻ രണ്ടാമതുള്ള അവതാറിന് സാധിച്ചിട്ടില്ല. 2022 ഇറങ്ങിയ അവതാർ വേ ഓഫ് വാട്ടർ ആണ് അടുത്ത മൂവി. മൂന്നാം സ്ഥാനത്തുള്ളത്. വീണ്ടും 4ാം സ്ഥാനത്തുള്ളത് ടൈറ്റാനിക് ആണ്. ടൈറ്റാനിക് 1997 അത്രയും പഴക്കമുള്ള സിനിമയായിട്ടും അത് 4ാം സ്ഥാനത്തുണ്ട്. ഒരു ചൈനീസ് മൂവി ആയിട്ടുള്ള നീ ഷാ 2 ആണ് 2025 ഇറങ്ങിയ നീ ഷാ 2 ആണ് 5ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. സ്റ്റാർ വാർസ് ദ ഫോഴ്സ് അവേക്കൻസ് എന്നുള്ള സീരീസ് ആണ്. ആ ഒരു പാർട്ടാണ് 2015 ഇറങ്ങിയ പാർട്ടാണ് 6ാം സ്ഥാനത്തുള്ളത്. അവഞ്ചേഴ്സിന്റെ ഇൻഫിനിറ്റി വാർ എന്നുള്ള പാർട്ട് 2018 ഇറങ്ങിയതാണ് 7ാം സ്ഥാനത്തുള്ളത്. സ്പൈഡർമാന്റെ നോ വേ ഹോം എന്നുള്ള പാർട്ട് 2021 ഇറങ്ങിയതാണ് 8ാം സ്ഥാനത്തുള്ളത്. ഇൻസൈഡ് ഔട്ട് എന്നുള്ള മൂവി 2024 ഇറങ്ങിയത് 9ാം സ്ഥാനത്തും. ജുറാസിക് വേൾഡ് 2015 ഇറങ്ങിയത് 10ാം സ്ഥാനത്തും. ജുറാസിക് പാർക്ക് അല്ല, ജുറാസിക് വേൾഡ് 2015 ഇറങ്ങിയത്. ദ ലയൺ കിങ് അതാണ് അടുത്ത സ്ഥാനത്തായിട്ട് 11ാമതായിട്ടും നിൽക്കുന്നത്. അപ്പൊ ഇതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 10 മൂവീസ് എന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇന്ത്യയിൽ നിന്ന് ഓസ്കാർ അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ ഓസ്കാർ അവാർഡുകൾ അല്ലെങ്കിൽ അക്കാഡമി അവാർഡ് നേടിയ ആളുകൾ ആരൊക്കെയാണെന്നുള്ളത്, അല്ലെങ്കിൽ സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചു, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓസ്കാർ അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് മദർ ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമയാണ്. 1958 മദർ ഇന്ത്യ, അത് ഇമ്പോർട്ടന്റ് ആണ്. മദർ ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമയാണ്. മെഹബൂബ് ഖാൻ അദ്ദേഹമാണത് സംവിധാനം ചെയ്തത്. നോമിനേഷനെ ഉണ്ടായിരുന്നുള്ളൂ. ഈ കോളത്തിൽ നോക്കിയാലേ നോമിനേഷനേ ഉള്ളൂ, ഓസ്കാർ അവാർഡ് നേടിയിട്ടില്ല. ദെൻ ഇസ്മയിൽ മെർച്ചന്റ് എന്നുള്ള ആളാണ് ബെസ്റ്റ് ഷോർട്ട് സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഏത് സിനിമയ്ക്ക് വേണ്ടി, ദ ക്രിയേഷൻ ഓഫ് വിമൻ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇസ്മയിൽ മെർച്ചന്റിന് നോമിനേഷൻ പോയി. 1961 ഫാലി ബിലിമോറിയ എന്തിനു ബെസ്റ്റ് ഡോക്യുമെന്ററിക്കുള്ള നോമിനേഷൻ പോയി. ഇഷു പട്ടേൽ ബീഡ് ഗെയിം എന്നുള്ള അനിമേറ്റഡ് ഷോർട്ട് ഫിലിമിനുള്ള നോമിനേഷൻ പോയി. 1979 KK കപിലിന് നോമിനേഷൻ പോയിട്ടുണ്ടായിരുന്നു ബെസ്റ്റ് ഡോക്യുമെന്ററിക്ക് വേണ്ടിയിട്ട്, അതിന്റെ സബ്ജക്റ്റിന് വേണ്ടിയിട്ട്. 1983 ഭാനു അത്തയ്യാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് ഓസ്കാർ അവാർഡ് വിജയിക്കുന്ന വ്യക്തി. എന്താണ്? ഭാനു അത്തയ്യ. അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ്? ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈൻ ആണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടുന്നത്. ഗാന്ധി എന്ന് പറഞ്ഞ ചലച്ചിത്രത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഗാന്ധി എന്ന് പറഞ്ഞ ചലച്ചിത്രത്തിന് വേണ്ടിയിട്ട് രവി ശങ്കറിന് പോയിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് ഒറിജിനൽ സ്കോർ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് വേണ്ടിയിട്ട് രവി ശങ്കറിനും നോമിനേഷൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഓസ്കാർ അവാർഡ് നേടുന്നത് ആരാണ്? ഭാനു അത്തയ്യാണ്. ഏത് വർഷം?
1983 ഇന്ത്യ വേൾഡ് കപ്പ് നേടിയ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയ അതേ വർഷം 1983 ഭാനു അത്തയ്യ ഗാന്ധി എന്നുള്ള സിനിമയ്ക്കാണ് ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈൻ ആണ് അവാർഡ് ലഭിച്ചത് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഓസ്കാർ ജയിക്കുന്നത്. പിന്നീട് കുറെ നോമിനേഷൻസ് പോയി. ഇസ്മയിൽ മെർച്ചന്റ്, സലാം ബോംബെ 1989 ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് സിനിമ, അങ്ങനെ സിനിമയൊക്കെ ആയിട്ട് പോയ അടുത്ത ചിത്രമാണ് സലാം ബോംബെ. ഇസ്മയിൽ മെർച്ചന്റിന് വീണ്ടും നോമിനേഷൻസ് പോയിട്ടുണ്ട്. ലഗാൻ 2002 ലഗാൻ ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് പിക്ചർ ആയിട്ട് പോയി. അശ്വിൻ കുമാറിന് പോയിട്ടുണ്ടായിരുന്നു നോമിനേഷൻ, പക്ഷെ ഒന്നും വിജയിക്കാൻ സാധിച്ചില്ല. പിന്നീട് വിജയിക്കുന്നത് ആരാണ്? നമുക്കറിയാം സ്ലം ഡോഗ് മില്യനെയർ എന്ന് പറഞ്ഞ സിനിമ 2009 ഇന്ത്യയിലേക്ക് വീണ്ടും എന്തുകൊണ്ടിരുന്നത് ഓസ്കാർ അവാർഡ് കൊണ്ടുവരുന്നത്. റസൂൽ പൂക്കുട്ടി മലയാളിയാണ്. റസൂൽ പൂക്കുട്ടിക്ക് ബെസ്റ്റ് സൗണ്ട് മിക്സിങ്ങിന് ഉള്ള അവാർഡ് കിട്ടി. ഏത് വർഷം? 2009. ഗുൽസാർ പാട്ട് എഴുത്തുകാരനാണ്, പാട്ടിന്റെ ലിറിക്സിന് വേണ്ടിയിട്ട് ഗുൽസാറിന് ഇത് കിട്ടി. ജയ്ഹോ എന്നുള്ള സിനിമയുടെ ജയ്ഹോ എന്നുള്ള പാട്ടിന്റെ സ്ലം ഡോഗ് മില്യനെയറിലെ പാട്ടാണ് ജയ്ഹോ. അതിന്റെ ലിറിക്സിന് വേണ്ടിയിട്ടാണ്. അതിന്റെ സോങ് കമ്പോസ് ചെയ്തതിന് AR റഹ്മാനും എന്തൊക്കെ കിട്ടി? ബെസ്റ്റ് ഒറിജിനൽ സ്കോറിനുള്ള അവാർഡ് കിട്ടി കേട്ടോ. അപ്പൊ അതാണ് അതിനകത്ത് പ്രത്യേകത. ദെൻ 2011 AR റഹ്മാൻ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് 127 അവേഴ്സ്, അത് വിജയിക്കാൻ സാധിച്ചില്ല. 2013 ബോംബെ ജയശ്രീ ലൈഫ് ഓഫ് പൈക്ക് വേണ്ടിയിട്ടും നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതും വിജയിച്ചിട്ടില്ല. പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ 2020 സ്മൃതി മുദ്ര, ദെൻ റിൻഡു തോമസ്, സുഷ്മിത് ഘോഷ് റൈറ്റിംഗ് വിത്ത് ഫയർ ബെസ്റ്റ് ഡോക്യുമെന്ററി നോമിനേറ്റ് ചെയ്തു. പിന്നെ വിജയിക്കുന്നത് 2023 MM കീരവാണി RRRന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ഒറിജിനൽ സോങ്. MM കീരവാണിയും ചന്ദ്രബോസും, MM കീരവാണിക്ക് മ്യൂസിക്കിനും ചന്ദ്രബോസ് അത് എഴുതിയ ആൾ എന്നുള്ള നിലയിലും ബെസ്റ്റ് ഒറിജിനൽ സോങ് ഏത് പാട്ടാണ്? നാട്ടു എന്നുള്ള പാട്ടിന് വേണ്ടിയിട്ട് അവർ ജയിച്ചു. പിന്നീട് അതേ വർഷം തന്നെ ഇന്ത്യക്ക് വീണ്ടും ഒരു ഓസ്കാർ കിട്ടിയിരുന്നു. എലിഫന്റ് വിസ്പേഴ്സ് എന്ന് പറഞ്ഞ ഡോക്യുമെന്ററി, ബെസ്റ്റ് ഡോക്യുമെന്ററിക്ക് വേണ്ടിയിട്ട് കാർത്തികി ഗോൺസാൽവസ്, ഗുനീത് മോൻഗ, ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഈ പറഞ്ഞ ബെസ്റ്റ് ഡോക്യുമെന്ററിക്കുള്ള അവാർഡ് കിട്ടിയത് 2023. ദെൻ നിഷ പഹൂജയ്ക്ക് 2024 നോമിനേഷൻ പോയിട്ടുണ്ടായിരുന്നു, അത് പക്ഷേ വിജയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് ഓസ്കാർ അവാർഡിന്റെ പ്രധാനപ്പെട്ട ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള നോമിനേഷൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൂടാതെ ഒരെണ്ണം കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. സത്യജിത് റേക്ക് 1992 ഹോണററി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 1992 ഇത് അവാർഡ് കിട്ടിയതാണ്, ഹോണററി അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇൻ റെക്കഗ്നീഷൻ ഓഫ് ഹിസ് റെയർ മാസ്റ്ററി ഓഫ് ദി ആർട്ട് ഓഫ് മോഷൻ പിക്ചേഴ്സ് ആൻഡ് ഓഫ് ഹിസ് പ്രൊഫൗണ്ട് ഹ്യൂമനിറ്റേറിയൻ ഔട്ട്ലുക്ക്. അപ്പോൾ ഈ സിനിമയ്ക്ക് നൽകിയിട്ടുള്ള, വേൾഡ് സിനിമയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ മാനിച്ച് 1992 ഇയർ ഇമ്പോർട്ടന്റ് ആണ്, 1992 സത്യജിത് റേക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഹോണററി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സിനിമയുമായി റിലേറ്റ് ചെയ്ത കുറെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, കുറെ ഫാക്ടുകൾ എന്ന് പറയുന്നത്. ഇതിനൊക്കെ അപ്പുറമായിട്ടുള്ള ചോദ്യങ്ങൾ വന്നേക്കാം. 2023 ഇതിൽ നിന്നും അല്ലാത്ത ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വളരെ എഴുതാൻ സാധിക്കുന്ന ആളുകൾ വളരെ അപൂർവമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള ഇത്രയെങ്കിലും ഫാക്ട്സ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ ഫാക്ടുകൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.